കണ്ണൂരിൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു, യാത്രക്കാരന് പരിക്കേറ്റു. അരുൺ ഭൂപറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. പ്രതിയെ പിടിച്ചുവെന്നാണ് എന്റെ വിവരം. പറയൂ. SKN പ്രതിയെ പിടികൂടിയിട്ടില്ല. പ്രതിക്കായിട്ടുള്ള അന്വേഷണം RPF ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30 ഈ കല്ലേറുണ്ടായത്. തലശ്ശേരിക്കും കണ്ണൂരിനുമിടയിൽ എടക്കാട് വച്ചാണ് യശ്വന്ത്പൂർ വീക്കിലി എക്സ്പ്രസിന് നേരെ ഈ കല്ലേറുണ്ടായത്. S7 കോച്ചിലെ യാത്രക്കാരന് ഈ കല്ലേറിൽ പരിക്കേൽക്കുകയും ചെയ്തു. തലശ്ശേരിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന തലശ്ശേരി സ്വദേശിയായിട്ടുള്ള യാത്രക്കാരനാണ് പരിക്കേറ്റത്. ഇന്നലെ തന്നെ ചികിത്സ തേടി. ഈ ട്രെയിൻ പിന്നീട് തലശ്ശേരി എത്തിയതിനു ശേഷം അവിടെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി ട്രെയിൻ യാത്ര തുടർന്നു. എന്തായാലും വളരെ ഗൗരവമായാണ് ഈ കേസ് RPFും റെയിൽവേ പോലീസും കാണുന്നത്. ഇതിനു മുമ്പും കണ്ണൂരിൽ ഇത്തരത്തിൽ ട്രെയിന് നേരെ കല്ലെറിയുകയും ഈ റെയിൽവേ ട്രാക്കിൽ കല്ലെടുത്തു വെക്കുന്ന സാഹചര്യം, അത്തരം കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. എന്തായാലും ആ പ്രദേശത്ത്, അതായത് എടക്കാട് മേഖലയിലെ CCTV ദൃശ്യങ്ങളൊക്കെ റെയിൽവേ പോലീസ് ശേഖരിക്കുന്നുണ്ട്. കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ട്രെയിനിൽ കല്ലെറിഞ്ഞ സംഭവത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. അയാളുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. യാത്രക്കാരൻ്റെ പ്രതികരണമാണ്. ബേബി ആശ്രം ഏരിയയിലോട്ട് ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കല്ലേറുണ്ടായത്. അതിലൊരു കല്ല് ബോഗിയുടെ ഉള്ളിലേക്ക് എത്തി. അതേ സമയത്ത് എൻ്റെ കൈക്കും എൻ്റെ ഫോണാണ് പരിക്കേറ്റത്. ജസ്റ്റ് മിസ്സാണ്, മീൻസ് തലക്ക് കൊള്ളേണ്ടതായിരുന്നു. ജസ്റ്റ് മിസ്സായിട്ട് ഫോൺ ഇതിനും കൊണ്ട് ഫോൺ ഫുള്ളി ബ്രോക്കണായി. പിന്നെ ഇത് ഓൾറെഡി എൻ്റെ RPFിലേക്ക് കാര്യങ്ങൾ അറിയിച്ചു. എന്നാൽ അവരുടെ സഹായങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ തലശ്ശേരിക്ക് കൺവേർട്ട് ചെയ്തു. തലശ്ശേരിയിൽ RPFന് ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം കംപ്ലൈൻ്റ് ആയിട്ട് എഴുതിയെടുത്തായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.